നിറഞ്ഞവരെ, കർത്താവായ ഈശോയെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷ സ്വർഗീയ സംഗീതത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നു ചേർന്ന് നമ്മുടെ നല്ലവനായ ദൈവത്തെ, സ്നേഹമുള്ള ദൈവത്തെ പാടാം, സ്തുതിക്കാം, ആരാധിക്കാം. അങ്ങനെ ദൈവ ആരാധനയിലൂടെ ദൈവം തരുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സകല നന്മകളും നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഈശോ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ എന്ന് ഓർത്തു നോക്കുകയും, സത്യത്തിൽ നമ്മൾ ഓർക്കാതെ പോകുന്ന, അറിയാതെ പോകുന്ന ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഓരോ ദിവസവും കർത്താവ് നമുക്ക് ആയുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു, ആരോഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. എന്നാലോചിച്ച് നോക്കുകയെ, നമ്മുടെ ഉള്ളിലേക്ക് വലിച്ച ശ്വാസം തിരിച്ചു വിടണമെങ്കിൽ കർത്താവിൻ്റെ കൃപ വേണം. ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ പത്രം തുറക്കുമ്പോൾ എത്രയോ പേര് തലേ ദിവസം രാത്രിയൊക്കെ മരിച്ചുപോയിട്ട് നമ്മൾ കേൾക്കുന്നു. വളരെ ആരോഗ്യത്തോടെ ജോലിക്ക് വേണ്ടി പോകുന്ന വ്യക്തികളൊക്കെ വഴിയിൽ വെച്ച് മരണപ്പെടുന്നതും അപകടത്തിൽപ്പെടുന്നതും അംഗവൈകല്യങ്ങളൊക്കെ പെട്ടുപോകുന്നതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഓർക്കണേ, നമ്മൾ ഓരോ ദിവസവും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒരു ദിവസം പൂർത്തിയാക്കി കടന്നുറങ്ങാൻ പോകുന്ന കർത്താവിൻ്റെ കൃപയിലാണ്, കാരുണ്യത്തിലാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഓർത്ത് നമ്മൾ പരാതിപ്പെടാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ശരീരത്തെ ഓർത്ത്, ഈ അവയവങ്ങളെ ഓർത്ത്, ഈ ആരോഗ്യത്തെ ഓർത്ത് നമ്മൾ പലപ്പോഴും നന്ദി പറയാറില്ല. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഗാനത്തോട് ചേർന്ന് നമ്മൾ കർത്താവിനെ പാടി സ്തുതിക്കുകയാണ്, പാടി സ്തുതിച്ച് ആരാധിക്കുകയാണ്. പലപ്പോഴും നന്ദി പറയാൻ മറന്നുപോയ വലിയ സ്നേഹമാണ് എൻ്റെ ദൈവം, സംരക്ഷണയാണ് എൻ്റെ ദൈവം. നമ്മൾ കാണുന്നുണ്ട് ലൂക്കാസ് വിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ധൂർത്തപുത്രന്റെ ഉപമ. ഈ ധൂർത്തപുത്രൻ ശരിക്കും പറഞ്ഞാൽ ധൂർത്തനായ പുത്രന്റെ ഉപമയല്ല അത്, മറിച്ച് സ്നേഹമുള്ളൊരു അപ്പനെ കുറിച്ചുള്ള ഉപമയാണ്. ആ ധൂർത്തപുത്രൻ അവൻ അപ്പന്റെ വീട്ടിൽ കഴിഞ്ഞപ്പോ, അവൻ ജനിച്ചപ്പോ മുതൽ ഈ അപ്പന്റെ മകനാണ്. അവൻ അറിവെച്ച് ബോധമുണ്ടായി തുടങ്ങിയ നാൾ മുതൽ ഈ അപ്പന്റെ സമ്പത്ത് അവന്റെ കൂടെയുണ്ട്. ഈ അപ്പന്റെ വീട്ടിൽ സുഖവും സന്തോഷവും അവന്റെ കൂടെയുണ്ട്. അപ്പൊ ഇതൊക്കെ ടേക്കൺ ആസ് ഗ്രാൻഡഡ് എന്ന് പറയുന്ന പോലെ ജനിച്ചപ്പം മുതൽ ഇത് കൂടെ ഉണ്ടായതുകൊണ്ട് ഇതിന്റെ വില അവൻ മറന്നുപോയി. അപ്പൊ എന്ത് സംഭവിച്ചു? കുറെ കഴിഞ്ഞപ്പോ അവന് തോന്നാണ് ഇതൊന്നും വലിയ സുഖമൊന്നുമല്ല, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പോഴാണ് അവൻ ഈ അപ്പന്റെ വീട് വിട്ട് അവൻ ഇറങ്ങിപ്പോയത്. പക്ഷെ ഇറങ്ങിപ്പോയപ്പോ, ഇത് നഷ്ടമായി പോയപ്പോ അവന് മനസ്സിലായി അത് വലിയ സന്തോഷമായിരുന്നു, അത് വലിയ ആനന്ദമായിരുന്നു. കരയുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ സകല അനുഗ്രഹങ്ങളും നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോഴാണ് അവൻ ചിന്തിക്കുക, എൻ്റെ വീട്ടില്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞാൻ എത്രത്തോളം സന്തോഷം അനുഭവിച്ച വ്യക്തിയാണ്. ഇന്നിപ്പോ ആ അപ്പൻ്റെ വീട്ടിലെ പരിചാരകര്, വേലക്കാർക്കുള്ള സുഖവും സന്തോഷവും പോലും എനിക്കില്ലല്ലോ. അപ്പനെ അകന്നു പോയപ്പോൾ അവൻ ഓർക്കണേ, അപ്പൻ എത്രയോ നല്ലവനായിരുന്നു. സ്വന്തം മകനോട് മാത്രമല്ല, വേലക്കാരോട് പോലും എത്രത്തോളം കരുണയോടെയും സ്നേഹത്തോടെയാണ് അപ്പൻ പെരുമാറിയത്. അപ്പോഴാണ് ഈ മകൻ, ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഈ മകൻ, അവൻ ചിന്തിക്കുക, ഒരു വേലക്കാരനായിട്ടെങ്കിലും എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു കയറി ചെല്ലാം. കാരണം അത്രത്തോളം സ്നേഹമുള്ളവനാ അപ്പൻ. ഈ അപ്പനായ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തിനെതിരായിട്ട് പാപത്ത് വീണു പോകുമ്പോൾ, ദൈവികമായ തീർച്ച നഷ്ടപ്പെടുത്തി നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ധൂർത്തപുത്രന്റെ അവസ്ഥയിലാണ് നമ്മളായിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല സങ്കടങ്ങൾക്കും നഷ്ടങ്ങൾക്കും വേദനയ്ക്കും കാരണം ഈ അപ്പന്റെ സ്നേഹത്തോട് വേണ്ട എന്ന് പറഞ്ഞതാണ്. നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ ഈ ധൂർത്തനായ പുത്രന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളും പറയുവാണ്, നമ്മളൊന്ന് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുവാണ്, ഈശോയെ, പലപ്പോഴും നിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ ഞാൻ പോയി, ഞാൻ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ പോയ വലിയ സ്നേഹമാണ് നീ. അതുകൊണ്ട് ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു, നിന്നെ മനമുയർത്തി സ്വരമുയർത്തി പാടി സ്തുതിച്ച് ആരാധിക്കുന്നു. അതാണ് ഈ ഗാനത്തിൻ്റെ വരിക നമ്മോട് പറയുക. വരികയോട് ചേർന്ന് ഈ ദൈവവചനത്തിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാക്കി നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം.
കരങ്ങളോ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹമുള്ള ഈശോയുടെ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എത്രത്തോളം സ്നേഹിച്ചു, എനിക്ക് സർവവും നന്മയായിട്ട് ഒരുക്കിത്തരുന്ന എൻ്റെ ഈശോ. ഗാനത്തോട് ചേർന്ന് പാടി. ഇത്രനാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്രനാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം. ഇത്രനാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്രനാൾ ഞാൻ മറന്ന സ്നേഹമാണു ഈശോയുടെ ദൈവമേ. ഇത്രനാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്രനാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം. ഇത്രനാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്രനാൾ ഞാൻ മറന്ന ഈശോയുടെ സ്നേഹമായ ദൈവമേ. ഇത്രനാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ഇത്രനാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ ആവേശത്തോടെ ആനന്ദത്തോടെ ചേർന്ന് പാടി. ഇത്രനാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ഇത്രനാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. മനമുയർത്തി സ്വരമുയർത്തി മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം. ഹാലേലൂയ പാടിടാം. ഹാലേലൂയ പാടിടാം. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മോട് പറയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം എൻ്റെ 3-ാം വാക്യം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ചേർന്ന് സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവത്തിന്റെ വചനം പറയുക, എന്നെ വിളിക്ക്. സർവശക്തനായ ദൈവത്തെ വിളിക്കുമ്പോ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാ, വഴി തുറന്നു തരുന്ന ദൈവമാ, വിളി കേൾക്കുന്ന ദൈവമാ. വിളി കേൾക്കുക മാത്രമല്ല, ജീവിതത്തിൽ ഇറങ്ങി വന്ന് ഇടപെട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കരയുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ വീണുപോയ ഇസ്രായേൽ ജനത്തെ ദൈവം ശിക്ഷിച്ചു. അവരെ മേലെ സുരക്ഷ കർത്താവ് എടുത്തുമാറ്റി. അപ്പൊ അവര് അടിമത്തത്തിലേക്ക് പോയി. എന്നാൽ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെക്കുറിച്ച്, വേദന കിടന്ന ജനത്തെക്കുറിച്ച്, കാരണം അവര് പാപികളാണ് കേട്ടോ, അവര് പാപികളായതുകൊണ്ടാണ് ഈ അടിമത്തത്തിലേക്ക് പോയത്. ദൈവത്തെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് അടിമത്തത്തിലേക്ക് പോയത്. പക്ഷെ എന്നാലും കരുണയുള്ള കർത്താവ് ആ ജനത്തെക്കുറിച്ച് പറയുന്ന വാഗ്ദാന വചനം, ഇത് പുതിയ ഇസ്രായേൽ നമ്മെ കുറിച്ച് പറയുന്ന വചനമാണ്. ആനന്ദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം എത്രത്തോളം നമ്മെ അനുഗ്രഹിക്കുമെന്ന് വചനം പറയുവാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 38 മുതൽ വാക്യങ്ങൾ. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. കരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പറയുക, അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് ഞാൻ എന്നേക്കും എന്നെ ഭയപ്പെടുന്നതിനും ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വീണ്ടും വചനം പറയുക, ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല.
അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കാൻ ദൈവം പറയുവാണ്, എന്നീന്ന് അവര് പിരിഞ്ഞു പോകാതിരിക്കത്തക്കവണ്ണം ദൈവഭക്തി, ദൈവാരാധന ഞാൻ അവർ നിക്ഷേപിക്കും. നമ്മുടെ പുറകെ വന്ന് നമ്മെ പിടിച്ച് നെഞ്ചോടണയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം വചനത്തിൽ കാണുക. കരമയോത്തി സ്വരമയോത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഇത്രത്തോളം നന്മയുള്ള ദൈവം, ഇത്രത്തോളം എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവത്തെയാണല്ലോ ഞാൻ പലപ്പോഴും ഉപേക്ഷിച്ച് പാപത്തിൽ വീണുപോയത്. മാറോട് ചേർത്ത് തന്നെ അണയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ വഴികളാണല്ലോ, ഇഷ്ടമാണല്ലോ ഞാൻ നിഷേധിച്ച് ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയത്. ഈശോയെ ഞാൻ അനുതപിക്കുന്നു, നിന്നെ അകന്നുപോയി ഞാൻ അനുതപിക്കുന്നു. ഈശോയെ നിന്നോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിമേൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കും. ഈ ഒരു തീരുമാനത്തോടെ ഗാനത്തിന്റെ വരികളോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഇത്ര നാൾ നഷ്ടമായ നന്മയാണ് ദൈവം. ഗാനത്തോട് ചേർന്ന് പാടി. ഇപ്രമാൾ നഷ്ടമായ നന്മയാണു ദൈവം, ഇപ്രമാൾ ഞാൻ വെടിഞ്ഞ മാർഗമാണു ദൈവം. ഗ്രഹത്തോടെ പാടിക്കേ. ഇത്ര നാൾ നഷ്ടമായ നന്മയാണു ദൈവം, ഇത്ര നാൾ ഞാൻ വെടിഞ്ഞ മാർഗമാണു ദൈവം. ഇപ്രമാൾ നഷ്ടമായ നന്മയാണു ദൈവം, ഇപ്രമാൾ ഞാൻ വെടിഞ്ഞ മാർഗമാണു ദൈവം. ഇത്ര നാൾ നഷ്ടമായ നന്മയാണു ദൈവം, ഇത്ര നാൾ ഞാൻ വെടിഞ്ഞ മാർഗമാണു ദൈവം. എന്റെ ഏക ലക്ഷ്യമാണു ജീവനാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. എന്റെ ഏക ലക്ഷ്യമാണു ജീവനാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. എന്റെ ഏക ലക്ഷ്യമാണു ജീവനാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. പാടിക്കേ. എന്റെ ഏക ലക്ഷ്യമാണു ജീവനാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. സ്തുതിച്ചു പാടിക്കേ. ആത്മനിറവിലെന്നും ഹല്ലേലൂയ പാടിടാം. എല്ലാവരും ചേർന്ന് മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. പാവനാത്മനിറവിലെന്നും സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. പാവനാത്മനിറവിലെന്നും ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ സ്തുതിക്കട്ടെ, സ്തുതിച്ച് ആരാധിച്ചേ. ഈശോയെ, 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 ഈശോയെ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സർവശക്തനായ ദൈവമേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. രക്ഷകൻ ദൈവമേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, ക്ഷമിക്കുന്ന കർത്താവേ, ക്ഷമിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, ആരോട് ചേർത്ത് അണയ്ക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. റോമായിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം വചനം പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം പറയാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നാമത്തെ കണ്ടീഷൻ ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത് വീണ്ടും വചനം പറയുക, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പദ്ധതി, കർത്താവിന്റെ ഇഷ്ടം അത് നിറവേറ്റാൻ ഒരു ആഗ്രഹമുണ്ടോ, അതിനൊരു പരിശ്രമമുണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവത്തിന്റെ വചനം പറയാണ്, എല്ലാം സകലവും നന്മയ്ക്കായി അവിടുന്ന് പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ജീവിതത്തില് ഒരു പക്ഷെ ദുഃഖം ഉണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, കഷ്ടപ്പാടുണ്ടെങ്കിൽ, തകർച്ചകളുണ്ടെങ്കിൽ, പരാജയം ഉണ്ടെങ്കിൽ, വീഴ്ചകളുണ്ടെങ്കിൽ, ഇതെല്ലാം നന്മയാക്കി മാറ്റാൻ പറ്റുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇത് ഈശോ സ്വന്തം ശരീരത്തിൽ തന്നെ തെളിയിച്ചു തന്ന കാര്യമാണ്. ദേവപുത്രന്റെ ജീവിതത്തിലെ കുരിശു വന്നു, ചമ്മട്ടി അടികൾ വന്നു, അതിയായ നാണക്കേടുണ്ടായി. കുരിശുമേൽ, സമൂഹ മധ്യത്തിന്മേൽ അവനെ നഗ്നനാക്കി കെട്ടിത്തൂക്കി. പക്ഷെ ഇതെല്ലാം എന്തായിട്ട് മാറി? അനുഗ്രഹമായിട്ട് മാറി, മഹത്വമായിട്ട് മാറി, അതിയായ ഉയർപ്പായിട്ട് മാറി. കരമുയർത്തി, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതേ ദൈവം പറയുക എന്നുള്ള നമ്മുടെ ജീവിതത്തിലെ ഏതൊരു തകർച്ചയും, ഏതൊരു പരാജയവും നന്മയാക്കി, മഹത്വമാക്കി, രക്ഷയാക്കി, അഭിമാനമാക്കി, സന്തോഷമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഈ ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുവാണ്. അത്രത്തോളം നന്മയുള്ള, സ്നേഹമുള്ള, രക്ഷിക്കാൻ കഴിയുന്ന ഒരു അപ്പനാണ് എൻ്റെ ദൈവം, രക്ഷകനാണ് എൻ്റെ ദൈവം. ഗാനത്തോട് ചേർന്ന് പാടി. നിത്യമെന്നെ കാത്തിടുന്ന പാതനാണു ദൈവമേ, നിത്യരക്ഷ നൽകിടുന്ന പുത്രനാണു ദൈവം. നിത്യമെന്നെ കാത്തിടുന്ന താതനാണു ശക്തനായ അപ്പനാന്റെ ദൈവം, നിത്യരക്ഷ നൽകിടുന്ന പുത്രനാണു സ്വയം നിത്യമെന്നെ കാത്തിടുന്ന പാതനാണു ശ്വാസത്തോടെ പാടിക്കുകയും നിത്യരക്ഷ നൽകിടുന്ന ഉപദേശത്തോടെ പാടി. ദൈവം. നിത്യമെന്നെ കാത്തിടുന്ന താതനാണു പിതാവേ, നിത്യരക്ഷ നൽകിടുന്ന പൊന്നീശോയേ, കൃത്തിനുള്ളിൽ വാസമാകും ആത്മനാണു വിശുദ്ധാത്മാവായ ദൈവമേ, ദൈവമേ നിന്നെ അറിയൂ. പാടിക്കേ. കൃത്തിനുള്ളിൽ വാസമാകും ആത്മനാണു ദൈവം. വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. കൃത്തിനുള്ളിൽ വാസമാകും ആത്മനാണു ദൈവം. എത്ര വൈകി ദൈവമേ നിന്നെ അറിയൂ. വിശുദ്ധാത്മാവായ ദൈവമേ, കൃത്തിനുള്ളിൽ വാസമാകും ആത്മനാണു ദൈവം. എത്ര വൈകി ദൈവമേ നിന്നെ പ്രാർത്ഥനയോടെ സ്തുതിച്ചു പാടിക്കൊണ്ട് മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. ആവേശത്തോടെ പാടി. നിറവിലെന്നും ഹല്ലേലൂയ പാടി. മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹല്ലേലൂയ ആവർത്തിച്ചു പാടി. മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. യേശുവേ, പാവനാത്മ നിറവിലെന്നും ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹല്ലേലൂയ പാടിടാം. യേശുവേ, ഹല്ലേലൂയ യേശുവേ, യേശുവേ. ഹല്ലേലൂയ പാടിടാം. സ്തുതിച്ചാരാധിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഈശോയേ, ഈശോയേ, ഈശോയേ. രക്ഷകനായ ദൈവമേ, ശക്തനായ ദൈവമേ, നന്മയുളവാക്കുന്ന ദൈവം, ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കൂടെ വന്ന് വസിക്കുന്ന കർത്താവ്, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയേ ആരാധന. യേശുവേ നന്ദി.
ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി, ഇത്രനാൾ ഞാൻ മറന്ന സത്യമാണ് ദൈവം. ഇത്രനാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം. ദൈവമേ, ഇത്രനാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം. ഇത്രനാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം. ഇത്രനാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം. ഞാൻ മറന്ന വചനമാണ് എന്റെ ദൈവം. ഇത്രനാൾ ഞാൻ മറന്ന വചനമാണു ദൈവം. എത്ര വൈകി ദൈവമേ ഈശോയെ ആരാധിച്ചു പാടിക്കേ. അറിയുവാൻ ഇത്രനാൾ ഞാൻ മറന്ന വചനമാണു ദൈവം. എത്ര വൈകി ദൈവമേ ഞാൻ മറന്ന നന്മയാണ് ദൈവം. മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹല്ലേലൂയ പാടിടാം. മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ പാടിടാം. ഇരുകാലങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് മനസ്സിൽ ധ്യാനിച്ചു പറഞ്ഞ്, എനിക്ക് പലപ്പോഴും ദൈവസേന നടന്നു പോയപ്പോ നഷ്ടമായി പോയ നന്മയാണ് ദൈവം. നന്മയാണ് ദൈവം. എന്റെ ജീവിതം ഇങ്ങനെയല്ല, ഇതിക്കുള്ള അനുഗ്രഹിക്കപ്പെടേണ്ടതായിരുന്നു, സ്നേഹം ഉണ്ടാവേണ്ടതായിരുന്നു, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട്, പ്രാർത്ഥന അകന്നു പോയതുകൊണ്ട്, കർത്താവിന്റെ വചനം 100% ഞാൻ പൂർത്തിയാക്കാതെ പോയതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് നഷ്ടമായി പോയി കുറെ നന്മകളൊക്കെ ഉണ്ട്. അദ്ദേഹം തിരിച്ചു പിടിക്കൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ചേർന്ന് ഒരു പിടിവാശിയോടെ പ്രാർത്ഥിച്ചേ, എനിക്ക് നഷ്ടമായി പോയ നന്മയാണ് ദൈവം, എന്നെ തിരിച്ചു പിടിക്കും. ഇനി ദൈവത്തോട് ചേർന്ന് നിന്ന് ഗാനത്തെ വരികോട് ചേർന്ന് മനസ്സിലെത്തി പ്രാർത്ഥനാപൂർവം പാടുന്നു, ഇത്രനാൾ നഷ്ടമായ നന്മയാണ് ദൈവം. ഇത്രനാൾ നഷ്ടമായ നന്മയാണു ദൈവം. ഇത്രനാൾ ഞാൻ വെടിഞ്ഞ മാർഗമാണു ദൈവം. ഇത്രനാൾ നഷ്ടമായ നന്മയാണു ദൈവം. ഇത്രനാൾ ഞാൻ വെടിഞ്ഞ മാർഗമാണു ദൈവം. നഷ്ടമാക്കി ലക്ഷ്യമാണ് ദൈവം. എന്റെ ഏക ലക്ഷ്യമാണു ജീവനാണു ദൈവം. ഞാൻ നേടിയെടുക്കും. എത്ര വൈകി ദൈവമേ നിന്നെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. എന്റെ ഏക ലക്ഷ്യമാണു ജീവനാണു ദൈവം. എത്ര വൈകി ദൈവമേ നിന്നെ അപ്പനായ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് ഓർത്തുകൊണ്ട് ചേർന്ന് പാടിക്കേ, നിത്യം എന്നെ കാത്തിരുന്ന താതനാണ് ദൈവം. നിത്യമെന്നെ കാത്തിടുന്ന താതനാണു ദൈവം. ഒരപ്പനാണ്. നിത്യരക്ഷ നൽകിടുന്ന എനിക്ക് പുത്രനാണു വേണ്ടി മരിച്ചവനാണ് എന്റെ ദൈവം. നിത്യമെന്നെ കാത്തിടുന്ന താതനാണു ദൈവം. ദൈവമേ, നിത്യരക്ഷ നൽകിടുന്ന പുത്രനാണു ദൈവം. കൃത്തിനുള്ളിൽ വാസമാകും ആത്മനാണു ദൈവം. എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. കൃത്തിനുള്ളിൽ വാസമാകും ആത്മനാണു ദൈവം. എത്ര വൈകി ദൈവമേ നിന്നെ ആവേശത്തോടെ പാടി മനമുയർത്തി സ്വരമുയർത്തി. മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹല്ലേലൂയ പാടിടാം. മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹല്ലേലൂയ പാടിടാം. മനമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടാം. പാവനാത്മ നിറവിലെന്നും ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ
പാടിടാം. ഈശോട് ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് ഇതുവരെ കർത്താവിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞ എല്ലാ കൃപകളെയും തിരിച്ചു ഞാൻ വാങ്ങിയെടുക്കും എന്നൊരു പിടിവാശിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ദൈവ കൃപകൾ നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.